എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് കഴിഞ്ഞ കാല തെറ്റുകളെക്കുറിച്ചുള്ള ആകുലതകൾ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്തോർത്ത് വിഷമിച്ചിരിക്കുന്ന എത്ര പേരുണ്ടാകും? ചെയ്ത തെറ്റുകൾ, നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ, പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെ ഒരു ഭാരം പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കാറുണ്ട്. ഈ ചിന്തകൾ നമ്മെ വർത്തമാനകാലത്തിൽ സന്തോഷിക്കാനും ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാനും അനുവദിക്കാതെ പിടിച്ചു നിർത്തും. എന്നാൽ ഈ ആകുലതകളെ എങ്ങനെ മറികടക്കാം? എങ്ങനെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ മുന്നോട്ട് പോകാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് അംഗീകരിക്കുക. സംഭവിച്ച കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയില്ല. സമയം മുന്നോട്ട് നീങ്ങുന്ന ഒരു പുഴ പോലെയാണ്. അതിനെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. നിങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. ഓരോ തെറ്റും ഒരു പാഠമാണ്. രണ്ടാമതായി, നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ തെറ്റും ഒരു അനുഭവമാണ്, ഒരു പാഠമാണ്. ആ പാഠങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുക. തെറ്റുകളെ വളർച്ചയുടെ ഒരു പടിയായി കാണുക. മൂന്നാമതായി, നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കാൻ പറ്റണം. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ പ്രധാനമാണ് നമ്മളോട് തന്നെ ക്ഷമിക്കുന്നത്. നമ്മളൊരു മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം. പൂർണ്ണത എന്നത് ഒരു മിഥ്യയാണ്. നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളെ തന്നെ കുറ്റപ്പെടുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ പഠിച്ചു, വളർന്നു, ഇനി മുന്നോട്ട് പോകാൻ തയ്യാറാവുക. സ്വയം സ്നേഹിക്കുക, സ്വയം അംഗീകരിക്കുക. നാലാമതായി, നിങ്ങളുടെ ശ്രദ്ധ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരിക. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് ഇപ്പോഴുള്ള സന്തോഷം നഷ്ടപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, സ്പർശമറിയുക. യോഗയും ധ്യാനവും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന നല്ല വഴികളാണ്. അഞ്ചാമതായി, നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക. ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി, ഇനിയെല്ലാം കഴിഞ്ഞു എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. ഈ ചിന്തകൾ യാഥാർത്ഥ്യമാണോ എന്ന് സ്വയം ചോദിക്കുക. എല്ലാ തെറ്റുകൾക്കും പരിഹാരമുണ്ടാകാം. എല്ലാ നഷ്ടങ്ങൾക്കും പകരം നേട്ടങ്ങളുണ്ടാകാം. നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായി മാറ്റാൻ ശ്രമിക്കുക. ആറാമതായി, ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പുതിയ ലക്ഷ്യങ്ങൾ വെക്കുകയും ചെയ്യുക. കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഭാവി എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുക. പുതിയ ലക്ഷ്യങ്ങൾ വെക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുന്നോട്ടായിരിക്കും. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കുറയും. ഏഴാമതായി, ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ നിങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഒരു നല്ല ശ്രോതാവിന് നിങ്ങളുടെ മാനസിക ഭാരം കുറയ്ക്കാൻ കഴിയും. ആവശ്യമെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാൻ മടിക്കരുത്. അവർക്ക് നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുത്താനുള്ള വഴികൾ പറഞ്ഞു തരാൻ കഴിയും. ഓർക്കുക, ഈ മാറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഓരോ ദിവസവും കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ചിന്തകൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ഈ കാലഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. സ്വയം സ്നേഹിക്കുക, സ്വയം ക്ഷമിക്കുക. കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ചുള്ള ആകുലതകൾ ഒരു ഭാരം പോലെ നിങ്ങളുടെ മനസ്സിനെ പിന്തുടരും. എന്നാൽ ഈ ഭാരം ഇറക്കി വെച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് വർത്തമാനകാലത്തിൽ ജീവിച്ച് ഭാവിയിലേക്ക് നോക്കുക. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.